പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബി തൻ്റെ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് കയറി വരികയാണ്. ആ കാഴ്ച കണ്ടിട്ട് ജലജ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഏത് കുഞ്ഞാടാ ഇത്? ഏത് കുഞ്ഞിനെയും കൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നത്? ഇവളേതാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവളിനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇത് നമ്മളുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരു കുഞ്ഞ് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ അമ്മയോട് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുകയാണ്. പിന്നാലെ ആദർശം മുത്തശ്ശനും ഒക്കെ കയറി വരുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ, ആരുടെ കൊച്ചിനെയായിട്ടാണ് അബി കയറി വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, എന്തായാലും അത് കണ്ടെത്തണം, തൽക്കാലം നീ ആ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശനും എല്ലാവരും. അങ്ങനെ പിന്നീട് അബി കൊച്ചുമായിട്ട് അകത്തോട്ട് കയറിപ്പോവുകയാണ്. പിന്നാലെ ആദർശമൊക്കെ മുറിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ജലജ ചിന്തിക്കുന്നുണ്ട്, അല്ല എന്നാലും അബി ഇങ്ങനെ എടുത്തു കൊണ്ടുവരുന്നെങ്കിൽ ഇനിയിപ്പോൾ അബിയുടെ കുഞ്ഞായിരിക്കുമോ? അവന് വല്ല പണിയും പറ്റിച്ചിട്ടുണ്ടാവുമോ? അല്ലെങ്കിലും പെൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കലാണല്ലോ അവൻ്റെ ജോലി. അതുകൊണ്ട് ഇനി അവനെങ്ങാനും എന്നെ ചതിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് ജലജ അബിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്ത് തോന്നിവാസമായി കാണിച്ചത്? ഏത് കൊച്ചിനാടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഇവിടെ ഓരോന്ന് പറഞ്ഞ് തല്ല, ഇനിയിപ്പോൾ ഈ കൊച്ചിൻ്റെയും കുറവും കൂടെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇത് മുത്തശ്ശൻ്റെ തീരുമാനമാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുത്തശ്ശനോട് പറഞ്ഞാൽ മതി, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അബി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് വന്ന് ഡ്രസ്സൊക്കെ മാറുകയാണ്. ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഒന്നുമില്ല നയനെ, ഞാൻ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാം, ഇപ്പോൾ അല്പം വിശ്രമിക്കട്ടെ, എനിക്ക് എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. ആ സമയത്താണ് നമ്മുടെ അബിയുടെ കുഞ്ഞ് ആദർശിനെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തോട്ട് വരുന്നത്. ആ ഒരു വിളി കേട്ടിട്ട് നയന ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ആദർശേട്ടനെ അച്ഛ എന്ന് വിളിക്കുന്നു, എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ആദർശേട്ട എന്നൊക്കെ പറയുകയാണ്. നയനയ്ക്കാണെങ്കിൽ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ കുഞ്ഞെന്തിനാണ് ആദർശേട്ടനെ അച്ഛ എന്ന് വിളിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു ടെൻഷനിലാണ് നയന നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് ആദർശ് പറയുന്നുണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാൻ നയനെ, എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് നയന റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് ദേവയാനി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവയാനിയോട് നയന പറയുന്നുണ്ട്, എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? അമ്മ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ എന്നൊക്കെ ടെൻഷനോട് കൂടി ചോദിക്കുന്ന സമയത്ത്, ഇല്ല മോളെ, ആരും എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ച സമയത്ത് ഇതൊക്കെ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ആ കുട്ടിയുടെ അച്ഛ എന്നുള്ള വിളി കേട്ടിട്ട് ഞാനും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അവനോട് എന്തെങ്കിലും ചോദിച്ചറിഞ്ഞേ പറ്റൂ, അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അറിയണമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ അല്പം വിശ്രമിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നുണ്ട് അമ്മ എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ വല്ലാതെ വേറെ ഒന്നും ചിന്തിച്ച് കൂട്ടണ്ട, എന്തായാലും ആദർശ് തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് മോളെ, അവൻ എൻ്റെ മകനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ ആശ്വസിപ്പിക്കുകയാണ്. ഇനി ആ കൊച്ചു വിളിക്കുന്നത് പോലെ ആദർശേട്ടൻ തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ നയന ദേവയാനിയോട് സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശേട്ടന് എന്തെങ്കിലും ആരോടെങ്കിലുമായിട്ട് മുന്നേ ബന്ധമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല മോളെ, അങ്ങനെ ഒരു ബന്ധവും അവനുണ്ടായിരുന്നില്ല, എന്താ സംഭവം എന്നുള്ളത് അറിയുന്നില്ലല്ലോ, ഇതിൻ്റെ പിന്നിൽ ആരോ ചതിച്ചതാണ് എന്നുള്ളത് എനിക്കുറപ്പാണ്, എന്തായാലും സത്യം ആര് പറഞ്ഞില്ലെങ്കിലും അത് ഞാൻ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇനി ആരുടെ കുഞ്ഞാണ് എന്നുള്ളത് അവർ കണ്ടെത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.